കുറച്ച് മഴയൊക്കെ പെയ്ത ശേഷം പിന്നെയും വെയിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ബൊഗൈൻവില്ലകളൊക്കെ പ്രൂൺ ചെയ്യുവാൻ സമയമായിട്ടുണ്ട്. മഴക്കാലത്ത് ബൊഗൈൻവില്ലകളെ വലിയ കെയറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം കെട്ടിക്കിടക്കാതെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പറ്റുന്നിടത്തോളം ഷെയ്ഡിലൊക്കെ വയ്ക്കാം. പക്ഷെ പഴയ ചെടികളൊക്കെ മഴയത്തിരുന്നാലും അങ്ങനെ കേടൊന്നും വരികയില്ല. വെള്ളമൊക്കെ കെട്ടിക്കിടക്കാതെ ശ്രദ്ധിച്ചാൽ മതി. പുതിയ ചെടികൾ, അതായത് വലിയ പ്രായമൊന്നും ആകാത്ത ചെടികളൊക്കെയാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നത്. ഷെയ്ഡിൽ വെച്ചിട്ടുള്ള ചെടികൾക്കാണെങ്കിലും അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായി മണ്ണുണങ്ങുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. മഴക്കാലത്ത് നല്ല ലൂസായ പോട്ടിംഗ് മിക്സാണ് ബൊഗൈൻവില്ലകൾക്ക് കൊടുക്കേണ്ടത്. ഇടയ്ക്ക് കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഹൈബ്രിഡ് ബൊഗൈൻവില്ലകളിൽ മഴക്കാലത്തും ഇടയ്ക്കൊക്കെ വെയിൽ കിട്ടുമ്പോൾ പൂക്കളുണ്ടാവും. ബൊഗൈൻവില്ലകൾക്ക് ഇപ്പോൾ ഹാർഡ് പ്രൂണിംഗ് ആണ് ചെയ്തു കൊടുക്കേണ്ടത്. ചൂട് ഭാഗത്ത് നിന്നും 1 അടിയോളം പൊക്കി വേണം ചെടികളൊക്കെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റുവാൻ. ഇതാണ് ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്യാൻ പോകുന്ന ചെടി. ഇതിലും കുറച്ച് അറ്റത്തൊക്കെ പൂക്കളുണ്ട്. ഇത് ബട്ടർഫ്ലൈ ഓറഞ്ചാണ് ഇതിൻ്റെ ഐഡി. കമ്പുകൾ ഓരോന്നായി വെട്ടാം. കട്ടർ ഒടിഞ്ഞു പോയല്ലോ. ഇനി കറിക്കത്തി കൊണ്ട് മുറിക്കാം. മഴയായിരുന്നതുകൊണ്ട് കമ്പുകളും ഇലകളും ഒക്കെ നന്നായി വളർന്നിട്ടുണ്ട്. മുറിച്ച് മാറ്റുന്ന ഈ കമ്പുകളൊക്കെ ചെറുതായി വെട്ടി നമുക്ക് മുളപ്പിക്കാനായി വെക്കാം. മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് മുളച്ച് കിട്ടും. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പ്രൂൺ ചെയ്യുന്നില്ല, കുറേശ്ശെയായിട്ടാണ് പ്രൂൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാം നട്ടു വയ്ക്കുവാൻ സമയം കിട്ടില്ല. ഇനി കമ്പുകളൊക്കെ ഓരോന്നായി മുറിച്ചെടുക്കാം. 6-8 ഇഞ്ച് നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. നല്ല കമ്പുകൾ മാത്രമേ ഞാൻ നടാനായി തിരഞ്ഞെടുത്തിട്ടുള്ളൂ. കേടായ കമ്പുകളൊന്നും എടുക്കുന്നില്ല. നല്ല കട്ടിയുള്ള തണ്ടുകളാണ് എടുക്കുന്നത്. ബലം കുറഞ്ഞ തണ്ടുകളൊന്നും എടുക്കുന്നില്ല. തളിർപ്പുകളും എടുക്കുന്നില്ല. എല്ലാത്തിൻ്റെ ഇലയും ചെറിയ കമ്പുകളും ഒക്കെ മാറ്റി വൃത്തിയാക്കി വെച്ചു. ഇനി ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോണിൽ കുറച്ച് നേരം മുക്കി വയ്ക്കണം. അലോവേരയുടെ ജെല്ലിലാണ് ഞാൻ മുക്കി വയ്ക്കുന്നത്. ഒരു 10-15 മിനിറ്റ് നേരം ഇതിൽ മുക്കി വയ്ക്കുക. കമ്പുകളുടെ ചുവട് ഭാഗമാണ്, അതായത് മണ്ണിലേക്ക് വയ്ക്കുന്ന ഭാഗമാണ് റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി വയ്ക്കേണ്ടത്. കമ്പുകൾ നട്ടുവയ്ക്കുവാനായി ചുമന്ന മണ്ണാണ് ഉപയോഗിക്കുന്നത്. വളമൊന്നും ചേർക്കാത്ത മണ്ണാണ്. നനഞ്ഞ മണ്ണ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നല്ല ഉണങ്ങിക്കിടക്കുന്ന മണ്ണാണ്. അതിലേക്ക് ഞാൻ നനയാനായി കുറച്ച് സാഫിൻ്റെ കലക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നനഞ്ഞു കിടക്കുന്ന മണ്ണാണെങ്കിൽ അവയിൽ ഫംഗസൊക്കെ കൂടുതൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉണങ്ങിയ മണ്ണ് ഉപയോഗിക്കുന്നത്. ഈ മണ്ണിൽ ഒരേ അകലത്തിൽ ദ്വാരങ്ങളിടുക. ഒരു കമ്പ് കൊണ്ടോ മറ്റോ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ടാക്കുക. പിന്നീട് ഓരോ കമ്പുകളും എടുത്ത് ഈ ദ്വാരങ്ങളിലേക്ക് വെച്ച് കൊടുക്കുക. കമ്പുകൾ നേരിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അതിൽ പറ്റിയിരിക്കുന്ന റൂട്ടിംഗ് ഹോർമോൺ പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കമ്പുകൾ കുഴികളെടുത്ത് നട്ടുവയ്ക്കുന്നത്. പ്രൂൺ ചെയ്ത ചെടിയുടെ അടിഭാഗം നല്ലപോലെ വൃത്തിയാക്കുക. ഉണങ്ങിയ ഇലകളും പൂക്കളും ഒക്കെ മാറ്റി വൃത്തിയാക്കുക. മണ്ണൊന്ന് കുറച്ച് ഇളക്കി അതിന് ശേഷം വളമിട്ട് കൊടുക്കുക. DAP, പൊട്ടാഷ് അതുപോലെയുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക. പൂക്കളുണ്ടാകുന്നതിനുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊക്കെ വെയിൽ തെളിയുമ്പോൾ ഇതിൽ പൂക്കളുണ്ടാകും. നൈട്രജൻ ചേർന്ന വളങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ നല്ല ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് ഇലകളും തണ്ടുകളും ഒക്കെ ആർത്ത് വളരും. പൂക്കൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നൈട്രജൻ
ചേർന്ന വളങ്ങൾ ഒഴിവാക്കിയാണ് നല്ലത്. നട്ടുവെച്ചിട്ടുള്ള ബോഗൻവില്ലയുടെ കമ്പുകളൊക്കെ 2-3 ആഴ്ചയ്ക്ക് ആകുമ്പോഴേക്കും പതുക്കെ തളിർത്ത് തുടങ്ങും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.